സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് അലൻ ടൈറ്റൻ അലൻ FC ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാനി 3 ആണ് ഗൈസ്. ഗ്രാനി 3 നമ്മൾ കളിക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു കുഴപ്പമുണ്ട്. മ്യൂസിക് ഒന്ന് നോക്കട്ടെ. തന്നെയുണ്ട് സൗണ്ടിന് ചെറിയൊരു കുഴപ്പമുണ്ട് ഗൈസ്. എനിക്ക് ചെറുതായിട്ട് ഒരു പനി അടിച്ചേക്കുവാണ് ഗൈസ്. ഇപ്പം പനിയായിട്ട് വീട്ടിൽ ഇരിപ്പാണ് ഗൈസ്. ജോലി അതും ഈ നല്ല മഴയാണ് ഗൈസ്. ഇവിടെ നിങ്ങളുടെ മഴയുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ വേൾഡ് കപ്പ് ടൈമിൽ തന്നെ നല്ല മഴയും വൈബ് പനി അടിച്ച് വീട്ടിൽ ഇരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് സൗണ്ടിന് ഇച്ചിരി കുഴപ്പമുണ്ട് ഗൈസ്. അതൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ലെന്ന് നമുക്കറിയാം ഗൈസ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഗ്രാനിയുടെ എവിടെയെന്ന്. നമ്മൾ എക്സ്ട്രീം തന്നെ കളിക്കാൻ പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഈസി മോഡ് മാറ്റി, നോർമൽ മാറ്റി, ഹാർഡ് മാറ്റി, നമ്മളിന്ന് എക്സ്ട്രീമാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. എക്സ്ട്രീം ഗൈസ്, ബോത്ത് ഗ്രാനി ആൻഡ് ഗ്രാൻഡ് പാ എക്സ്ട്രീം നമ്മൾ ഇന്ന് കളിക്കാൻ പോവുകയാണ് ഗൈസ്. എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് അയ്യോ ഗൈസ്, വീഡിയോ ഇഷ്ടമായി വേണ്ട ലൈക്ക് ചെയ്യാത്തണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യത്തണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യത്തണ്ട് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഗൈസ് നമ്മുടെ സ്വന്തം അല്ല, എൻ്റെ കൂട്ടുകാരൻ ആരോമൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ വേണ്ടിയിട്ടാണ്. കാരണം അവൻ എൻ്റെ അടുത്ത് എന്നും ചോദിക്കും വീഡിയോ ഇടാന്ന്. ഇന്ന് അവന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഗ്രാനി അവൻ്റെ ഫേവറേറ്റ് തന്നെ കളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ ഡേ 1 ഇപ്പോൾ തുടങ്ങും. ഇപ്പം അപ്പൂപ്പം പുറകെ നിന്ന് വന്ന് കീച്ചിക്കളയും. അതാ വിജിലംബിച്ച ഗേറ്റ് തുറക്കുന്നു. ഇനി ഇൻട്രോ കാണണോ ഗൈസ്? വേണമെങ്കിൽ അങ്ങ് കണ്ട് കളയാം. കാണണ്ടാത്തവരുണ്ടെങ്കിൽ ആ സ്കിപ്പ് അങ്ങ് ഞെക്കി കളഞ്ഞേരെ. വെറുതെ എന്തിനാ ഈ ടൈം വന്നത്? അമ്മച്ചി ക്യാമറ കൂടെ നോക്കുന്നു. ഇപ്പം ഗേറ്റ് പൂട്ടും. ഇപ്പോൾ ഗേറ്റ് പൂട്ടി. സോറി ഗൈസ്, ചെറിയ പണിയായിട്ട് ചുമയൊക്കെ ഉണ്ട്. ക്ഷമിക്കുക ഗൈസ്. വീഡിയോയിൽ നല്ലപോലെ ഞാൻ പറ്റുന്നത്ര ശ്രമിക്കാം ഗൈസ്. പനിയായിട്ടിരിക്കുക, അതുകൊണ്ടാണ് ഗൈസ്. അവസ്ഥ മനസ്സിലാക്കുക ഗൈസ്. നേരെ മേളിലേക്ക് നോക്കുന്നു. മേളിൽ ആകാശം, താഴെ അമ്മച്ചിയുടെ ഉണക്ക വീട്. വിജലംബിച്ച ഗേറ്റ് അടയുന്നു. പാലം പൊങ്ങുന്നു. അതാ നമ്മുടെ നായകൻ പയ്യെ മന്ദം നടന്നു നീങ്ങുന്നു. നീങ്ങി അമ്മച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെൽക്കം എന്ന് എഴുതിയേക്കുന്നത് കാണുന്നു. ഇപ്പോൾ അപ്പാപ്പൻ തലക്കടിച്ച് ഒരു അപ്പാപ്പ കൊല്ലല്ലേ, പുരുഷനെ അനുഗ്രഹിക്കണം, സാബാഷ്. അപ്പോൾ നമ്മുടെ ഡേ 1 ഇപ്പം തന്നെ തുടങ്ങും ഗൈസ്. ആഫ്റ്റർ 2 hours ഞാൻ പറയത്തില്ല, ആഫ്റ്റർ 2 seconds നമ്മുടെ ഡേ 1 തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നമ്മളിന്ന് എസ്കേപ്പാണ് കളിക്കുന്നത്. എസ്കേപ്പ് ആവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ എസ്കേപ്പ് ആവാൻ ശ്രമിക്കാം ഗൈസ്. എനിക്ക് ഗൈസ് ഈ സെൻസിറ്റിവിറ്റി ഓക്കെ. ഇതിനകത്ത് ഞാൻ കളിച്ചിട്ടില്ല. എക്സ്ട്രീം ഭയങ്കര സ്പീഡാണെന്നാണ് ഗൈസ് പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പാപ്പൻ അമ്മൂമ്മ ഇവിടെ ഉണ്ടോ? അയ്യോ, സെൻസിറ്റിവിറ്റി ഇച്ചിരി കൂടി പോയി. കുറച്ചിട്ടാ അല്ലേ? അയ്യോ, നമുക്ക് നേരെ താഴെ ഓടിച്ചെല്ലാം കേസ്. എന്നാൽ അപ്പാപ്പനും അമ്മൂമ്മയ്ക്കും അന്യായ സ്പീഡാണെന്നാണ് കേസ് പറയുന്നത്. നമുക്കത് നോക്കണമല്ലോ എന്തായാലും. അയ്യോ ഗൈസ്, ചതി, കൊടുംചതി ഗൈസ്. എന്നെ തൂക്കി സ്ലണ്ടു ഗൈസ് തൂക്കി. ഇവിടെ അങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുമോ ഗൈസ്? അയ്യോ, അത് അടയ്ക്കുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. തൂക്കി. ഇതെന്തോ ജെറ്റാ? സത്യമായിട്ട് ഗൈസ് എനിക്കറിയത്തില്ലായിരുന്നു അവിടെ അടയ്ക്കുമെന്ന്. കാരണം നമ്മുടെ പഴയ ട്രിക്കല്ലായിരുന്നു അത്. കഴിഞ്ഞ ദിവസമല്ല, 1 മാസം മുന്നേ നമ്മൾ ഗ്രാനി 3 ഡേ 1 തന്നെ കംപ്ലീറ്റ് ആക്കിയത് ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടല്ലേ ഗൈസ്. എനിക്കത് സത്യമായിട്ടും അറിയത്തില്ലായിരുന്നു. അയ്യോ എൻ്റെ പൊന്നോ, ഇതാണ് അന്യായ സ്പീഡും. ഗ്രാനി വന്നത് ഒരുമാതിരി ഈ സ്വാണം മുട്ടാണെങ്കിൽ ഗ്രാനി വരുന്നത്. അയ്യോ തുറക്കടാ. ഇതിലെന്നെ എന്തായാലും പിടിക്കും. കാരണം ഇതിന് എസ്കേപ്പ് ആവാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒട്ടകത്തിനെ സൂചിക്കുഴലിലൂടെ നേരെ പുറത്തോട്ട് ഇറങ്ങി ഓടയില്ല. ഓടി യെസ്,
ഒട്ടകത്തിനെ സൂചിക്കുഴലിലൂടെ കയറ്റുന്നതും ഗ്രാനി 3-ൽ എസ്കേപ്പ് ആവുന്നതും ഒരേപോലെയാണ് ഗൈസ് എൻ്റെ അഭിപ്രായത്തിൽ. ഇവിടെ കണ്ട് കല്ല് കിടപ്പുണ്ടായിരുന്നു. നൈസിന് ആ കല്ലങ്ങ് എടുക്കാം. കണ്ടു കഴിഞ്ഞാൽ ഓടാൻ പോലുള്ള സമയം കണ്ടില്ല. ഈ പന്ന കിളവി. അയ്യോ അപ്പാപ്പൻ കണ്ട് അപ്പാപ്പൻ കണ്ട് ഗൈസ്. ചത്തി. അയ്യോ ഗൈസ് അപ്പാപ്പൻ കണ്ട് പുറകിന്ന് വെടിവെച്ചിട്ട് ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കി നമ്മൾ ഇതിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഗൈസ് എനിക്ക് തോന്നുന്നില്ല നമ്മളിതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ഓടിയിട്ടും മുന്നോട്ട് എത്തുന്നില്ല ഗൈസ്. ഇതെന്താണ് ഇത്രയും സ്പീഡ്? ഇതാണെങ്കിൽ ലോക്കും തുറന്ന് വരുമ്പോഴത്തേന് വർഷങ്ങൾ എടുക്കും. ഇതൊരുമാതിരി പന്ന പരിപാടി. ഓടിയിട്ട് പോലും എത്തുന്നില്ലെന്നുള്ള ചുമ്മാ ഉടായ്പ്. ശനി ഞാൻ ക്രോബാർ ചെയ്ത് വായിന്ന് കണ്ടുപിടിക്കാനാണ്. ഇതിനകത്ത് എന്തുണ്ട്? മാച്ചസ് എവിടെയായിരുന്നു കേസ്? ഞാൻ മറന്നു. അയ്യോ വെടി വെച്ച കിളവൻ. ഓർറ കേസ്. കിളവൻ പുറകെയുണ്ട്. ഇവൻ എന്തൊരു സ്പീഡ് ഇവന്. പിടിച്ച ചത്തു. സബാഷ്. ഗൈസ് ഏതോ ഒരുത്ത് എനിക്ക് മെസ്സേജ് ഇട്ടാണ്. നിങ്ങളൊന്നും നോക്കണ്ട. ചത്തി എത്ത്. യെസ് നമ്മളെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെഗറ്റീവ് അടിക്കുമെന്ന് കരുതരുത്. ഇത് ജസ്റ്റിസ് ഫോർ മീ. ഇത്ര സ്പീഡൊന്നും പാടില്ല. ഇപ്പം തന്നെ ഡേ 4 ആയി. നമ്മളൊരു കുന്തോ കാണിച്ചിട്ടില്ല. ഇത് ഗൈസ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പാപ്പനെ ഓടി തോപ്പിക്കാം. പക്ഷെ അപ്പാപ്പൻ്റെ തോക്കിൻ്റെ ബുള്ളറ്റിൽ നിന്ന് മാറി നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് നേരെ ഇവിടെ കയറി അങ്ങ് ഒളിച്ചിരിക്കാം. അയ്യോ ഒളിച്ച് ഏകദേശം നമുക്ക് ഇവിടെ ഒളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ ഒളിച്ചിരുന്നിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം തന്നെ ഇല്ല. അതായത് ഇപ്പോൾ അപ്പാപ്പനും അമ്മൂമ്മയും അവിടെ ഇതിലെ കൂടെ ഒക്കെ നടക്കും. നമ്മളിവിടെ ഒളിച്ചിരിക്കും. എന്ത് കാര്യം? ടൈം പോകുന്നതല്ലാതെ ഇറങ്ങി കളിക്കണം കേസ്. ഇങ്ങനെ അയ്യോ താഴോട്ട് പോയോ? അമ്മാമ്മ താഴെ കാണാൻ വഴിയുണ്ട്. അപ്പം നമുക്ക് നേരെ പുറത്തോട്ട് പോയി നമുക്ക് ഇതുവഴി ഒന്ന് കറങ്ങിയിട്ട് വരാം. അടുക്കള വാതിലിൻ്റെ അവിടം വരുന്ന പോയിട്ടില്ല കേസ്. ഇലക്ട്രിസിറ്റി ഉണ്ടോ ആവോ? ലണ്ടുവിനെ ഞാൻ നോക്കിയപ്പോൾ തന്നെ തിരിഞ്ഞല്ലോ. പിന്നെ എങ്ങനെ കേസ് നമ്മൾ ചത്തു? അതിൻ്റെ ഇടയിലാണ് കേസ് ഈ ആട് തോമകളൊക്കെ വരുന്നത്. ചുമ്മാ അതാ ഈ ലാസ്റ്റ് ഡേ കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ കേസ് 10 മിനിറ്റ് പോലും അല്ല കേസ് ഞാൻ ഇത് തുടങ്ങിയിട്ട്. അതിന് മുന്നേ ചത്തുപോയിക്കുന്ന മോശം. ലോ ഞാൻ എവിടെ തപ്പുവാ ലോക്ക് പിക്ക്. എൻ്റെ അളിയാ സീൻ. ഇവിടെ ആരും ഇപ്പം ഞാൻ കണ്ട് സിലിണ്ടറിനെ ഒരു മിന്നായം പോലെ മിന്നിയങ്ങ് പോയി. അമ്മച്ചി എവിടെയോ കുടുക്കിട്ടിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ഡേ ആണ്. ശ്രദ്ധിച്ച് കളിച്ചാൽ നമ്മൾക്ക് ജയിക്കാം എന്ന് ഞാൻ പറയില്ല. പുറത്തോട്ട് തന്നെ ഇറങ്ങി ഓടാം. ആരോ കണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടുക. ഗായ്സ് നിങ്ങളത് കണ്ടില്ലേ? ഞാൻ ഓടി എത്തിയില്ല. ഈ അമ്മച്ചീനെ ഓടി തോപ്പിക്കാൻ പറ്റത്തില്ല. അപ്പാപ്പൻ അമ്മൂമ്മ മാസ് അതാ വീടിക്കുറ്റിപ്പടക്കം പൊട്ടിച്ചിടുന്നു. വീടിക്കുറ്റി കത്തിച്ചിടുന്നു. അമ്പോ അപ്പാപ്പൻ്റെ ആ കണ്ണടയും വെച്ചിട്ടുള്ള നടത്തം എപ്പിക് മാസ് ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതിന് ഗൈസ്. നിങ്ങൾ ഏത് രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയണം ഗൈസ് വേൾഡ് കപ്പിൽ. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ.